സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,00,000 വോട്ടുകൾക്ക് മീതെ ഭൂരിപക്ഷം നേടിയ ചുവപ്പുകോട്ട ധർമ്മടത്ത് ഇന്ന് വോട്ട് വ്യത്യാസം വെറും 2,600 പരം മാത്രം. സിറ്റിംഗ് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാവട്ടെ 10,000 വോട്ടുകൾക്ക് മീതെ കനത്ത പരാജയവും. ബിജെപിയുമായി ലോക്സഭയിൽ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന സിപിഎമ്മിന്റെ അസംബ്ലി വൈസ് പ്രകടനവും ഇന്നേറെ ദയനീയമാണ്. എൻഡിഎ 11 ഒന്നാമതായത്. അതത്രയുമാവട്ടെ സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റും. അവിടെയും തീർന്നില്ല, 9 2ാം സ്ഥാനവും അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ജനവികാരത്തെ മാനിക്കാൻ തയ്യാറാവുന്ന ഏതൊരു മുഖ്യമന്ത്രിയും ഞൊടിയിടയിൽ രാജിക്കുരുങ്ങുന്ന ഈ തോൽവിയിലും പക്ഷേ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ധാർഷ്ട്യവും ധിക്കാരവും നിർലോഭം തന്നെ തുടരുകയാണ്. അതെ, അയാളെ തിരുത്താൻ ഇന്ന് പാർട്ടിയിലോ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഇന്ന് ആളില്ലാതായിരിക്കുന്നു. മുണ്ടെടുത്ത മോദി എന്ന CPI വിമർശനം അയാൾ ഒരുപക്ഷെ അംഗീകാരമായി കാണുകയാവും. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അപ്പടി പകർത്താൻ ശ്രമിക്കുന്ന ഇങ്ങേയറ്റത്തെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരടക്കം സംഭാവന ചെയ്തതാണ് ഇത്തവണത്തെ സമ്പൂർണ്ണ പരാജയമെന്ന് ഉറപ്പിച്ചു പറയാനാവും. BJPയെ താഴെയിറക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇതേ CPMഉം. പക്ഷേ കൗതുകമെന്തെന്നാൽ CPM ഭരിക്കുന്ന കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റെല്ലാ കക്ഷികൾക്കും പിണറായി വിജയൻ സർക്കാരിനോട് അങ്ങേയറ്റം വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരുന്നു. സാഹചര്യം സൃഷ്ടിച്ച അനുകൂല കാലാവസ്ഥയിലൂടെ കുതിച്ചു കയറി വരുന്ന BJPയെ നേരിടാൻ അധിക വിദൂരമില്ലാത്ത കാലത്ത് കേരളത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത തള്ളിക്കളയാനാവില്ല. വർഗീയ ശക്തികൾ തൊടുത്തുവിടുന്ന വെറുപ്പിന്റെ സന്ദേശങ്ങൾക്ക് മൗനാനുവാദം നൽകി വിജയന്റെ ആഭ്യന്തരം നൽകിപ്പോരുന്ന പ്രോത്സാഹനമാണ് BJPയുടെ ഏറിയ ജീവനും ശ്വാസവും. ഒപ്പം ജനവിരുദ്ധതയുടെ മൂർത്തിഭാവമായി സർവത്ര നികുതി നിരക്ക് കൂട്ടിയും വൈദ്യുതി, വെള്ളം, ചികിത്സാ ചാർജുകൾ കുത്തനെ വർദ്ധിപ്പിച്ചും ജനജീവിതം നരകതുല്യമാക്കി. കടം മേടിച്ചല്ലാതെ മുമ്പോട്ട് പോകാൻ ഒരു രൂപയ്ക്ക് ഗതിയില്ലെങ്കിലും മന്ത്രിസഭയുടെ ദൂർത്തിനും ആർഭാടത്തിനും തെല്ലും കുറവില്ലാതെ പൗരന്മാരോട് നികുതി കൂട്ടിയടച്ച് മുണ്ട് മുറുക്കി കൊടുക്കാൻ പലതവണ ആഹ്വാനം ചെയ്യുന്ന ധനമന്ത്രിയെയും നമ്മൾ കണ്ടു. വർഗീയ രാഷ്ട്രീയത്തിന് കേരളവും വിളഭൂമിയാക്കേണ്ടതില്ലെങ്കിൽ BJPയിൽ നിന്ന് തങ്ങൾ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നുവെന്ന് തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മതേതരരെന്ന് സ്വയം പരിചയപ്പെടുന്ന സംഘടനകൾക്കാവണം. ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ സ്നേഹവും BJP അധികാരത്തിലെത്തുമ്പോൾ മാത്രം വിജൃംഭിച്ച് പുറത്തു ചാടേണ്ട ഒന്നല്ലെന്നും, മറിച്ച് തങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ട അടിസ്ഥാന ഉത്തരവാദിത്തങ്ങൾ പെട്ടതാണെന്നുമുള്ള മിനിമം ബോധ്യമെങ്കിലും മതേതര മുഖ്യധാര പാർട്ടികൾക്ക് ഉണ്ടാവുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിജയിച്ചെന്ന് വിലയിരുത്താം.